വസു എവിടെയാ ബി? അവള് അത്യാവശ്യമായിട്ട് പുറത്തു പോയിരിക്കുക. ഇപ്പൊ വരും. ശിവാനിയുടെ അടുത്ത് നിങ്ങൾ രണ്ടുപേരും ഇരിക്കണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ? ഈ സമയത്ത് വസു എന്തിനാ പുറത്തു പോയത്? വസുവിന് ഈ നിശ്ചയം നടത്തുന്നതന്നെ ഇഷ്ടമല്ലല്ലോ എടുത്തി. ദമയന്തി, ശിവാനിയുടെ അടുത്ത് നീ ഇരിക്കെ. ആർക്കിഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഈ നിശ്ചയം നടന്നേ മതിയാവൂ. നീ ഇരിക്കെ. ആ ശരിയമ്മേ. പൂജാരി, നിങ്ങൾ പൂജ ആരംഭിക്കേ. ആ ശരി, നിങ്ങൾ പൂക്കൾ കയ്യിലെടുത്തോളൂ. ഓം ശ്രീമൻ മഹാഗണാധിപതേ നമഃ. മഹാലക്ഷ്മീ ദേവതാഭ്യോ നമോ നമഃ. ഹരി ഓം ഗണാനാം ഗണപതികും ഭവാമഹേ കവിം കവീനാമുപമസ്രവസ്തവം ജ്യേഷ്ഠരാജം ബ്രഹ്മണാം ബ്രഹ്മണപ്രദാന ശൃണ്വന്നോതിഭിസ്സേദസാദം സർവമംഗളമാംഗళ్യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്ര്യംബകേ ഗൗരി നാരായണി നമോസ്തേ. ഹിരണ്യവർത്താം സുവർണ്ണരവിതം ചന്ദ്രാം ലക്ഷ്മീം ജാതപീതോ ഭവാവഹ. ഓം ലക്ഷ്മീം ക്ഷീരസമുദ്രാന്തരയാം ശ്രീകണ്ഠാമേശ്വരീം ദാസീഭൂതസമസ്തയോസ്താം ഞാൻ സ്വപ്നത്തിൽ കണ്ട രാജിയെ എനിക്ക് നേരിട്ട് കാണാൻ പറ്റുവാണെങ്കിൽ ഞങ്ങളുടെ നിശ്ചയം ഇതുപോലെയായിരിക്കും നടത്തുന്നത്. പക്ഷെ ആ ദിവസം എന്നായിരിക്കോ എന്തോ. ആദ്യം പയ്യനെ പുതിയ വസ്ത്രം ധരിച്ചു വരാൻ പറയൂ. ഒന്ന് നിർത്തോ? എത്രയായി? 150 മാഡം. ഹലോ, വരൂ വിനോദ്. എനിക്കിപ്പം വരാൻ കഴിയില്ല മാഡം, പിന്നെ വരാം. ചേട്ടാ വണ്ടി എടുക്ക. ചേട്ടാ ഒന്ന് നിർത്ത്. വിനോദ് എവിടെ പോവാ? എല്ലാം പിന്നെ പറയാം മാഡം. ചേട്ടാ വണ്ടി എടുക്ക. ഒന്ന് നിർത്തിക്കേ. എന്താ വിനോദ്, എന്താ ഉണ്ടായത്? സോറി മാഡം, എനിക്കിപ്പോ ഒന്നും പറയാൻ കഴിയില്ല. ചേട്ടാ വണ്ടി എടുക്ക. നിക്ക് വിനോദ്, വിനോദ്. ഇത്രയും ദൂരം വന്നിട്ട് പിന്നെ എന്താ തിരിച്ചു പോയേ? ഇതിനിടയ്ക്ക് എന്താ സംഭവിച്ചേ? വീട്ടിനകത്ത് എന്താ നടക്കുന്നതെന്ന് അറിയില്ലല്ലോ. ഏട്ടാ വരുന്നു കേട്ടോ. ഭാസ്കർ, നിങ്ങൾ എവിടെ പോവാ? ഇപ്പൊ വരാമേ. വരൂ ഭാവനെ. ഞാനും ഇപ്പൊ വരാമേ. എന്തു പറ്റി ഇവർക്കെല്ലാം? വേറെ എന്തായിരിക്കും, വസു പുറത്തു പോയിട്ട് വന്നിരിക്കല്ലേ. ഈ നിശ്ചയം തടസ്സപ്പെടുത്താനായിട്ട് എല്ലാരും ചേർന്ന് എന്തോ ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നാ തോന്നുന്നേ. അവരെന്ത് പ്ലാൻ ചെയ്താലും ശരി, ഈ നിശ്ചയം മാത്രം മുടങ്ങില്ല. എന്ത് പറ്റി വസുന്ധര? ആ പയ്യനെ കൂട്ടിക്കൊണ്ടുവരാണെന്ന് പറഞ്ഞിട്ട് അവൻ എവിടെ? വീടിന് പുറത്തു വരെ വന്നതാ. പക്ഷെ പെട്ടെന്ന് ഫോൺ വന്നു. അപ്പൊ തന്നെ അവൻ തിരിച്ചുപോയി. ഗോഡ്. തിരിച്ചു പോയെന്നോ? ഇനി എങ്ങനെയാ വസു? നീ ആ പയ്യനെ വിളിച്ചോണ്ട് വരുമെന്ന് വിചാരിച്ച് ഞങ്ങളൊക്കെ വളരെ ധൈര്യത്തിലിരിക്കുകയായിരുന്നു. എടുത്തി എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഈ വിവാഹ നിശ്ചയം മുടക്കുമെന്ന് എനിക്ക് മനസ്സിൽ നല്ല ഉറപ്പുണ്ടായിരുന്നു എടുത്തി. ഇനി എന്റെ അവസ്ഥ എന്താവും? അല്ല, ആ പയ്യനെന്താ വന്നിട്ട് പെട്ടെന്ന് തിരിച്ചു പോയേ? ആരാ അവനെ വിളിച്ചേ? ഞാൻ എന്റെ ഫ്രണ്ടിനെ വിളിച്ച് വിനോദിനെ ഒന്ന് വിളിക്കാൻ പറഞ്ഞായിരുന്നു. അവൻ ഇവിടെ വന്ന് ഈ വിവാഹ നിശ്ചയം നിർത്തുമെന്ന് ഞാൻ വല്ലാതെ ഭയന്നു പോയി. അവനെ എങ്ങനെ തിരിച്ചയച്ചു നീ? അതൊക്കെ സിമ്പിൾ അമ്മേ. അവൻ ക്യാമ്പസിനകത്ത് ഒരുപാട് ക്രൈമുകൾ ചെയ്തിട്ടുണ്ട്. അതിനെല്ലാം എന്റെ കയ്യിൽ പ്രൂഫും ഉണ്ട്. അതൊക്കെ ഞാൻ എന്റെ ഫ്രണ്ട് ശേഖരന് അയച്ചു കൊടുത്ത് അവനെ കൊണ്ട് ഞാൻ വിനോദിനെ വിളിപ്പിച്ചു. എടാ വിനോദ്, നീ ശിവാനിയുടെ കയ്യിൽ ശരിക്കും പെട്ടടാ. നീ ക്യാമ്പസിൽ ചെയ്ത എല്ലാ തെമ്മാടിത്തരവും ഫ്രോഡുകളും
ശിവാനി ഫോണിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നീ ആ എൻഗേജ്മെന്റ് മുടക്കാൻ നോക്കിയ ആ ക്രൈം വീഡിയോകളെല്ലാം ശിവാനി പോലീസിൽ ഏൽപ്പിക്കുന്ന പറഞ്ഞത്. നീ മര്യാദയ്ക്ക് അവിടെ നിന്ന് തിരിച്ചു വാ, ഇല്ലെങ്കിൽ ജയിലിൽ പോകേണ്ടി വരും. വാ വിനോദ്. എനിക്കിപ്പം വരാൻ കഴിയില്ല മാഡം, പിന്നെ വരാം. ചേട്ടാ വണ്ടി എടുക്ക. എന്ത് പറ്റി വിനോദ്? എന്റെ മകൾ എത്ര സാമർത്ഥ്യമുള്ളവളാണ്. നീ അവന്റെ അടുത്ത് കുടുങ്ങുമോന്ന് പേടിച്ചു, പക്ഷെ അവനാ ഓടിപ്പോയത്. പിന്നല്ലാതെ എന്നെ തന്നെ ഭീഷണിപ്പെടുത്താൻ നോക്കുന്നോ? ഈ ശിവാനി ആരാണെന്നുള്ളതേ ഒരു സാമ്പിൾ മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ. ഉറപ്പായിട്ടും ശിവാനി ആയിരിക്കും ഇത് ചെയ്തത്. അതുകൊണ്ടാ ആ പയ്യൻ പേടിച്ച് തിരിച്ചു പോയത്. ശിവാനി ഇങ്ങനെയുള്ള കുബുദ്ധിയൊക്കെ കാണിക്കോ? അവൾക്ക് ക്രിമിനൽസിന്റെ ബുദ്ധിയാണെന്ന് മനസ്സിലായേട്ടാ. കാർത്തിക് ഇവളും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. ശിവാനി അങ്ങനെയുള്ള ഒരാളാണെന്നറിയാതെ അമ്മ അവളെ സപ്പോർട്ട് ചെയ്യാണ്. കാർത്തികയുടെ അടുത്തുനിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെട്ടത്. വീണ്ടും അങ്ങനെ ഒരു പെണ്ണിനെ എങ്ങനെയേട്ടാ ഞാൻ കല്യാണം കഴിക്കാം? ഈ കല്യാണം വേണ്ടെന്ന് പറഞ്ഞ അമ്മ പിന്നെ കാണില്ല എന്നും പറയുന്നു. ഇനി ഈ കല്യാണം നടക്കുകയാണെങ്കിൽ ശിവാനിയുടെ കൈകൊണ്ട് തന്നെ ഞാൻ മരിക്കുമെന്ന് ഉറപ്പാ. നീ നല്ല കാര്യമാ ചെയ്ത ശിവാനി. അവൻ ഇനി ഒരിക്കലും വരില്ല. ഇനി നമുക്ക് ഒരു ടെൻഷനും ഉണ്ടാവില്ല. ഇനി ജീവിതത്തിൽ അവൻ എന്റെ അടുത്തേക്ക് വരത്തേയില്ലമ്മേ. ഇനി അഥവാ വന്നാ നേരെ ജയിലിലേക്കായിരിക്കും പോകുന്നത്. എന്താ അമ്മയ്ക്ക് മോൾക്ക് എന്താ ഇത്ര കുശലം പറച്ചില്? ഞാനറിയാതെ നിങ്ങളൊന്നും പ്ലാൻ ചെയ്യുന്നില്ലല്ലോ അല്ലേ? നിങ്ങളറിയാതെ ഞങ്ങൾ ഒന്നും ചെയ്യില്ല കുഞ്ഞമ്മേ. പക്ഷെ കുറച്ചു നേരമായിട്ട് നിങ്ങൾ രണ്ടും വലിയ ടെൻഷനിലാണല്ലോ. എന്തു പറ്റിയടി? അത് പിന്നെ വസു ആന്റി എന്റെ നിശ്ചയം മുടക്കുമെന്ന് വിചാരിച്ചില്ലായിരുന്നോ? അതെങ്ങനെയായിരിക്കും ഓർത്ത് ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു. ആ വസു എന്ത് ചെയ്താലും ഏടത്തെ തീരുമാനം മാറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആരൊക്കെ എന്തൊക്കെ ചെയ്താലും ഈ നിശ്ചയം ഉറപ്പായിട്ട് നടത്തുമെന്ന ഏടത്തിയുടെ തീരുമാനം. ഈ നിശ്ചയം എങ്ങനെയും നിർത്താക്കൽ. ഒരു തെറ്റുമില്ല. അഖിൽ, നീ എത്രയും പെട്ടെന്ന് ഈ ഫംഗ്ഷൻ റെഡിയായിക്കോളും. ഈ നിശ്ചയം ഞാൻ നിർത്തിക്കാം. എല്ലാവരും എന്റെ പ്ലാൻ അതേപടി ഫോളോ ചെയ്യണം. ഓക്കെ? നീ ഈ പുതിയ സാരി ഉടുത്ത് റെഡിയായിട്ട് നിൽക്ക്. ഞാൻ മുത്തശ്ശിയോട് സംസാരിച്ചിട്ട് വരാം. നീ വേഗം ഈ പുതിയ സാരി എടുത്തു കൊടുക്ക്. ഈ വീട്ടിൽ അടുത്തൊരു നിശ്ചയം നടക്കാൻ പോവാ. അതാരുടെ നിശ്ചയമാ? എന്റെ നിശ്ചയാടി. കൈനോട്ടക്കാരൻ പറഞ്ഞ കാര്യം എത്രയും പെട്ടെന്ന് സത്യമാവാൻ പോവാ. എന്റെ രണ്ടാം ഭർത്താവ് എന്റെ കൺമുമ്പിൽ വരും. ആരുടെ നിശ്ചയം ഞാൻ ചോദിച്ചില്ലേ? പറയങ്ങോട്ട്. അതെ നന്ദിനിയുടെ നിശ്ചയക്കാരിയാ പറഞ്ഞേ. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ ഉടനെ അവളുടെ കല്യാണം നടത്തി കൊടുക്കാന്ന് നിന്റെ മുത്തശ്ശി പറഞ്ഞതല്ലേ? അവളുടെ കല്യാണമാണോ? അത് ഈ ജന്മം നടക്കില്ല. ഞാൻ ഈ വീട്ടിലെ മരുമകളായ ശേഷം എല്ലാം തല കീഴാക്കും ഞാൻ. നിനക്ക് നിന്റെ അമ്മയുടെ ബുദ്ധിയാ കിട്ടിയിരിക്കുന്നെ. കുറച്ചൊക്കെ നിങ്ങളുടെ ബുദ്ധിയുണ്ട്. ശരി, വേഗം റെഡിയാവ്. ഹലോ ശേഖർ. ഹലോ ശിവാനി, ആ വിനോദ് നിന്റെ വീട്ടിലേക്ക് വന്നില്ലല്ലോ? നമ്മൾ അത്രയും പേടിപ്പിച്ച നിലയ്ക്ക് എങ്ങനെ വരാനാ? അവൻ അതുവഴി അങ്ങ് ഓടിയെന്നാ തോന്നുന്നേ. എന്ന് വെച്ചാ നീ എനിക്ക് അയച്ചു തന്ന വീഡിയോസും ഞാൻ അവന് കൊടുത്ത വാർണിംഗും എല്ലാം വർക്കൗട്ട് ആയെന്നാ തോന്നുന്നത്. അത് വർക്കൗട്ട് ആയതുകൊണ്ടാ അവൻ ആ വഴിക്കങ്ങ് ഓടിയത്. എന്റെ വസു ആന്റി വാടിയ മുഖത്തോടു കൂടിയാ വീട്ടിലേക്ക് വന്നത്. താങ്ക് യു സോ മച്ച് ശേഖർ. ഓക്കെ, പക്ഷെ നിന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞതിന് ശേഷം നീ ഞങ്ങൾക്ക് പാർട്ടി തരണം. ഷുവർ, ഞാൻ ഈവനിങ് വിളിക്കാം. ബൈ. നമ്മൾ ഊഹിച്ചതൊക്കെ ശരിയായേട്ടാ. ശിവാനി മറ്റൊരു ഫ്രണ്ടിനെ കോൾ ചെയ്തിട്ട് വിനോദിനെ ഇവിടുന്ന് വിരട്ടി ഓടിക്കുക ചെയ്തത്. ഇപ്പൊ നമുക്ക് ആ ശിവാനിയെ പിന്മാറുന്ന രീതിയിൽ മൈൻഡ് മാറ്റിയെടുക്കാം. താൻ തുടങ്ങിക്കോ. ഓക്കെ? കാര്യം എന്താന്ന് പറ. അല്ല, എന്താ വസുന്ധര താൻ ഡള്ളായിട്ടിരിക്കുന്നേ? ഡള്ളല്ലാതെ എങ്ങനെ എനിക്ക് സന്തോഷിച്ചിരിക്കാൻ പറ്റുക? ഏട്ടനാണെങ്കിൽ
അഖിലിനെയും നന്ദിനെയും കല്യാണം കഴിപ്പിക്കാമെന്നല്ലേ വിചാരിച്ച്? അമ്മയാണെങ്കി നമ്മുടെ വായ അടപ്പിച്ചിട്ട് അഖിലിനെയും ശിവാനിയും കല്യാണം കഴിപ്പിക്കുന്ന വിചാരിക്കുന്ന. എന്റെ കല്യാണം കഴിഞ്ഞ ശേഷം നിങ്ങളുടെയൊക്കെ നാവ് ഞാൻ അടക്കുന്നുണ്ട് വസുവാന്റി. അഖിലിന് ശിവാനി കറക്റ്റ് അല്ലാന്ന് എത്ര തവണ പറഞ്ഞിട്ടും അമ്മ കേൾക്കുന്നില്ല. എന്നെ കുറിച്ച് ദൈവം തന്നെ മോശമായിട്ട് പറഞ്ഞാലും എന്റെ മുത്തശ്ശി വിശ്വസിക്കില്ല. അതും ഒരു കണക്കിന് നല്ലതല്ലേ വസു? എന്താ ഏട്ടാ ഈ പറയുന്നേ? നമ്മൾ നന്ദിനിക്ക് വാക്ക് കൊടുത്തതല്ലേ ഏട്ടാ? അവളുടെ അവസ്ഥ എന്താകും? അഖിൽ കല്യാണം കഴിക്കുന്നത് നന്ദിനിയാണ്. അതെങ്ങനെയാ ഏട്ടാ? ഇപ്പോ ശിവാനിയുമായിട്ടുള്ള നിശ്ചയം നടക്കാൻ പോവല്ലേ? കുറച്ചു മുമ്പേ ഓഫീസിലേക്കാണെന്ന് പറഞ്ഞ് ഞാൻ പുറത്തു പോയിട്ട് വന്നില്ലേ? സത്യത്തില് ഞാൻ പുറത്തു പോയത് ഒരു ജോത്സ്യനെ കാണാൻ വേണ്ടിയാ. എന്തിനാ ഏട്ടാ? ആ ജോത്സ്യന്റെ അടുത്ത് ഞാൻ അഖിലിന്റെ ജാതകം കാണിച്ചു. അയാളൊരു ഷോക്കിംഗ് ന്യൂസാണ് പറഞ്ഞത്. എന്ത് ഷോക്കിംഗ് ന്യൂസാ? അഖിലിന്റെ ജാതക പ്രകാരം അവന്റെ ജീവിതത്തിലേക്ക് 3 പെൺകുട്ടികൾ വരുമെന്ന്. മൂന്ന് പേരോ? അപ്പോ 3 കല്യാണം നടക്കുവോ? അല്ലല്ല, 2 കല്യാണം തന്നെ. പക്ഷേ 3ാമത്തെ പെൺകുട്ടിയോടുള്ള ജീവിതം മാത്രമേ അഖിലിന് സെറ്റ് ആവൂന്നാ പറയുന്നത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആദ്യം അഖിലിന് കാർത്തികയോടൊപ്പം കല്യാണം കഴിഞ്ഞില്ലേ? അത് വിവാഹമോചനം കഴിഞ്ഞില്ലേ? ഇപ്പൊ ശിവാനിയായിട്ട് നിശ്ചയം നടക്കാൻ പോകുന്നു. എടോ, ഈ നിശ്ചയം ഉണ്ടല്ലോ, കല്യാണം വരെ പോവില്ല. നിശ്ചയം കഴിഞ്ഞാൽ ഉടൻ തന്നെ ശിവാനിക്ക് ഏതോ മാരക രോഗം വരുമെന്നാ പറയുന്നത്. ഒന്ന് ചുമ്മാതിരിക്കേട്ടാ, അതൊക്കെ എങ്ങനെ നടക്കും? അന്ന് സംഭവിച്ചല്ലോ. അഖിലിന്റെ ശിവാനിയുടെ കല്യാണമാണ് നടക്കാൻ പോകുന്നെന്ന് അമ്മ ഉറപ്പിച്ചു പറഞ്ഞല്ലോ. അപ്പോഴേക്കും പുറത്തുപോയ ശിവാനി കിഡ്നാപ്പ് ചെയ്യപ്പെട്ടില്ലേ? നമ്മളാണെങ്കിൽ ശിവാനി മരിച്ചു പോയെന്നാ വിചാരിച്ച അല്ലേ? സത്യാണ് ഏട്ടാ. നമ്മള് കറക്റ്റ് സമയത്ത് പോയില്ലായിരുന്നെങ്കിൽ കാർത്തിക ശിവാനിയെ ചിലപ്പോ കൊന്നേനെ. ഇതുകൊണ്ടാണ് ഞാൻ കിഡ്നാപ്പ് ആയത്. അപ്പോ ഇന്ന് എന്റെ എൻഗേജ്മെന്റ് നടന്ന എന്റെ അവസ്ഥ എന്താവും? അപ്പൊ ഇത്തവണ ഞാൻ ശരിക്കും മരിക്കോ? എന്താ മോളെ, ഇനി നീ റെഡിയായില്ലേ? അവിടെ എല്ലാവരും കാത്തിരിക്കുക. അമ്മേ, അത് എന്താ നിനക്കൊരു പരിഭ്രമം പോലെ? ആ വിനോദിന്റെ പ്രശ്നം തീർന്നു കഴിഞ്ഞില്ലേ? ഇപ്പൊ അമ്മയോട് അഖിലേട്ടന്റെ ജാതകത്തെ കുറിച്ച് പറഞ്ഞ അമ്മ എന്ത് പറയോ എന്തോ. ഞാൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എനിക്ക് ടെൻഷനൊന്നും ഇല്ലമ്മേ. ഞാൻ 2 മിനിറ്റിൽ റെഡി ആയിട്ട് വരാം. പെട്ടെന്ന് റെഡിയാവ. ഈ പ്ലാൻ വർക്കൗട്ട് ആവോ? തീർച്ചയായും വർക്കൗട്ട് ആവും വസുന്ധര. ഓൾറെഡി തന്നെ ശിവാനി നല്ല ടെൻഷനിലാണ്. ആവശ്യമില്ലാതെ ശിവാനിയെ ടെൻഷനാക്കി തെറ്റായോ?
ഒരു തെറ്റുമില്ല. അവൾ ജെന്യൂനായിട്ടാണ് അഖിലിനെ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ നമ്മൾ ഒരിക്കലും ഈ എൻഗേജ്മെന്റ് നിർത്താൻ ശ്രമിക്കില്ലായിരുന്നു. എന്നാൽ ശിവാനി മറ്റൊരുത്തനെ സ്നേഹിച്ചതിന് ശേഷം ഇപ്പോൾ അവളുടെ അമ്മയുടെ വാക്ക് കേട്ട് സ്വത്തുക്കൾ ആഗ്രഹിച്ചാണ് അവൾ അഖിലിനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നത്. അതെ ഏട്ടാ, അഖിലിന്റെ ജീവിതത്തില് ഇനിയൊരു കാർത്തിക വരാൻ പാടില്ല. അതുകൊണ്ടാ നമ്മൾ പറഞ്ഞ ശിവാനി വിശ്വസിക്കുന്ന രീതിയിൽ അവൾ കേൾക്കുന്ന വിധത്തിൽ കള്ളം പറഞ്ഞത്. കുരുക്ഷേത്രത്തിൽ ധർമ്മപുത്രൻ അശ്വത്ഥാമ ഹത കുഞ്ചര എന്ന് പറഞ്ഞു. അതേപോലെയല്ലേ ഏട്ടാ? ധർമ്മത്തിന് വേണ്ടി അങ്ങനെ പറയണമെന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുള്ളതല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ നിശ്ചയം മുടങ്ങുമല്ലേ ഏട്ടാ? ശിവാനി തന്നെ ഇത് മുടക്കിക്കോളും. മാഡം, സമയമായിരിക്കുന്നു. പെൺകുട്ടിയെയും കൊണ്ടുവന്ന് ഇരുത്തിക്കോളൂ. ഇപ്പൊ വസു വന്നല്ലോ അമ്മേ. അഭിയും വസുവും ശിവാനിക്ക് വേണ്ടി ഇരിക്കും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ദമയന്തി, നീ പോയിരിക്കെ. ശരിയമ്മേ. അഭിയുടെ അടുത്തും വസുവിന്റെ അടുത്തും എടുത്തേക്ക് മൂക്കറ്റം ദേഷ്യമാണെന്ന് തോന്നുന്നേ. ഈ എൻഗേജ്മെന്റ് ഞാൻ എങ്ങനെയാ മുടക്കുന്നേ? ഇപ്പൊ എന്ത് ചെയ്യും? പൂജാരി, നിങ്ങൾ തുടങ്ങിക്കോളൂ. ഈ മോതിരങ്ങൾ ഒളിപ്പിച്ചു വെച്ചാ എൻഗേജ്മെന്റ് മുടങ്ങുമല്ലോ. ശരി, ഇനി എല്ലാവരും കണ്ണടച്ച് പ്രാർത്ഥിച്ചോളൂ. ശ്രീമന്മന്ദകടാക്ഷരബ്ദ